ഇവിടെ ഭർത്താവ് മരിച്ച സ്ത്രീ മയ്യത്തെടുക്കുന്നതിന് മുമ്പ് വെളുത്ത വസ്ത്രം ധരിക്കാൻ സുന്നത്താണ്. അത്തരം ഇരിക്കാൻ പക്ഷേ അതിന് സമയമുണ്ടോ വസ്ത്രം ധരിക്കാൻ എന്ന് പറഞ്ഞാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. ഭർത്താവ് മരിച്ചാൽ ഒരു പെണ്ണിന് ആ ഇദ്ദ കാലാവധി ആഭരണങ്ങൾ അണിയാതെ അല്ലെങ്കിൽ സൗന്ദര്യ വസ്തുക്കൾ അണിയാതെ, അത്തരം സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ അണിയാതെ, അത്യാവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ പുറത്തിറങ്ങാതെ ഭർത്താവ് ഏത് വീട്ടിൽ മരിച്ചുവോ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് ഇദ്ദ എന്ന് പറയാം. അപ്പൊ അത് ഇവിടെ എനിക്ക് തോന്നുന്ന ആ വിഷയം മയ്യത്തെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും പിടിച്ച പെണ്ണിനെ വെള്ളക്കുപ്പായ അണിയിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നിർബന്ധപ്പെടലോ അങ്ങനെ ഒരു ഇടങ്ങാറാക്കലോ ഈ വിഷയത്തിൽ ഉണ്ടാവരുത്. കാരണം ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകവും ഭാരവും താങ്ങാനാവാത്തൊരു രംഗമാണ് ഭർത്താവ് മരിച്ചു പോണ നേരം. ആ നേരത്ത് ഇട്ട വസ്ത്രം എന്താണെന്ന് പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ പിടിച്ചിട്ട് വെള്ളവസ്ത്രമാക്കി അവരെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രയാസപ്പെടുത്തലായി പോകും. അങ്ങനൊന്നും അള്ളാഹുവിന്റെ ശറഅ് പറയണില്ല. എന്ത് ചെയ്യാ, അവര് കുറച്ച് സാവകാശായിക്കോട്ടെ. അങ്ങനെ ആ വിഷയം ഒരാൾ നേരിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് അതാ തോന്നുന്ന ചോദിച്ച വിഷയം. മയ്യത്തെടുക്കുന്ന മുമ്പ് എന്നാ പെണ്ണിനെ വെള്ളക്കുപ്പായ അണിയിച്ചു കൊടുക്കണല്ലോ എന്ന് പറയേണ്ട മയ്യത്തെടുത്തത് എന്താ ചെയ്യാ? അപ്പോ അങ്ങനെയൊന്നും ദീനിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, തശദ്ദുദ് ചെയ്യരുത്, വിവരമില്ലാതെ വിഷയങ്ങൾ ചെയ്യരുത്. അവരെന്ത് ചെയ്യാ, ആ ഭർത്താവിന്റെ വീട്ടിൽ ആഭരണങ്ങൾ അണിയാതെ അല്ലെങ്കിൽ സൗന്ദര്യ വസ്തുക്കൾ അണിയാതെ, സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ അണിയാതെ ഭർത്താവിനെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആ ഭർത്താവിന്റെ ജീവിതത്തിന്റെ നല്ല കാര്യങ്ങൾ അവരുടെ ആ ജീവിതത്തെ ശുക്ർ ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടേണ്ട സമയമാണത്. അപ്പോ അത് ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യമാണ്. ഒരു പെണ്ണ് അത് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു പെണ്ണ് ബ്രേക്ക് ചെയ്തു, അങ്ങനെ അത്യാവശ്യ വിഷയങ്ങൾ അല്ലാത്തതിന്റെ പുറത്തിറങ്ങി മറ്റു വിഷയങ്ങൾ ഫംഗ്ഷനിലൊക്കെ സംബന്ധിച്ചൊരു വിചാരിക്കുക. അതിന് പ്രായശ്ചിത്തമില്ലെന്നാണ്, കഫാറത്തില്ല. പക്ഷെ അവർക്ക് ആ വലിയൊരു കൂലി നഷ്ടപ്പെട്ടു. അള്ളാഹു പറഞ്ഞ ആ വിഷയത്തിന്റെ കൂലി അവർക്ക് നഷ്ടപ്പെടും എന്നാണ്. അതിനൊന്നും ഇങ്ങനെ എന്ത് ചെയ്യരുത്, മയ്യത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കുപ്പായ അണിയിക്കുക എന്നൊന്നും അതിന് അർത്ഥമില്ല. അതെന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത് മനുഷ്യന്മാരെ. യസ്സിറു വലാ തുഅസ്സിറു, മനുഷ്യന്മാരെ അടങ്ങാറാക്കരുത്. യസ്സിറു, എളുപ്പാക്കി കൊടുക്കിൻ. വലാ ബശ്ശിറു വലാ തുനഫിറു, വെറുപ്പിക്കലിൻ. ബശ്ശിറു, ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളെ പണിനെ ആശ്വസിപ്പിക്കേണ്ട നേരാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇശാ നിസ്കാരം എപ്പോഴാണ് ഖളാ ആകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ 2 ഖൗലുകളാണ്. ഷഫഖുൽ അഹ്മർ, ആകാശത്ത് നിന്ന് മായുന്ന നേരത്താണ് ഇശാഇന്റെ സമയം കിടക്കുന്നതെന്ന്. അതുകൊണ്ട് നിസ്കാരം അതിന്റെ ആദ്യത്തെ നിസ്കാരത്തിന്റെ അവ്വൽ വഖ്തിൽ മഗ്രിബിന്റെ വാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അതിലൊരു അഫ്ദലുൽ അഅമാൽ, ഏറ്റവും ഉത്തമമായ ജോലി എന്താണ്, ഏറ്റവും ഉത്തമമായ അമൽ എന്താ? നിസ്കാരം അതിന്റെ അവ്വൽ വഖ്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. പക്ഷേ ഇശാ വരെ ഒരാൾ നീട്ടിക്കൊണ്ടുപോയാൽ ഇശാ വരെ മഗ്രിബിന്റെ സമയം ഖളാ ആവുകയില്ല എന്നതാണ് നമ്മുടെ മദ്ഹബിൽ ഇമാമിയങ്ങൾ അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം. പക്ഷെ നമ്മൾ പറയും പഠിച്ചവൻ ആകാശത്ത് മായുമ്പോഴേക്ക് എന്തെയില്ല, അത് ഖളാ ആയി പോകില്ലേ? ഷാഫി ഇമാമിന് അങ്ങനെ ഒരു ഖൗൽ, അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഓമാ ജറ അലൈഹിൽ അമൽ നടക്കുന്നത് ഇശാ വരെ മഗ്രിബിന്റെ സമയമുണ്ടെന്നാണ്. അപ്പോ അത് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ഇശാ വരെ നീട്ടാനല്ല ഈ പറയുന്നത്, ആ മസ്അല മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ബാങ്ക് കൊടുത്ത ഉടനെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പ്രയാസമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പെണ്ണ് പോവേണ്ടത്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചെടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വേറെ പുരക്ക്, അലി റളിയല്ലാഹുവിന്റെ പുരക്കാണ് പറഞ്ഞയച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അത് മാത്രമല്ല, ഫാത്തിമ ബീവിന്റെയും അലി തങ്ങളുടെയും വീട് കുറച്ച് ദൂരെ ആയപ്പോ മസ്ജിദ് നബവിയുടെ അടുത്തുള്ള ഒരു പറമ്പ്, അത് ബനു ഹാരിസ ഗോത്രത്തിന്റേതായിരുന്നു. അവരോട് ചോദിച്ചു, അത് എനിക്ക് നിങ്ങൾ വിറ്റു തരുമോ, ഞാനിത് വാങ്ങട്ടെ, എന്റെ മരുമകന് അവിടെ എന്റെ മകൾക്ക് അവർക്ക് താമസിക്കാനുള്ള വീട് വെക്കാനുള്ള സ്ഥലത്തിനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. അത് മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞാൽ തങ്ങള് സുബഹിസ്കാരം കഴിഞ്ഞാൽ മോളുടെ വീടിന്റെ അടുത്ത് കൂടെ പോയിരുന്നു. മോള് സ്വന്തം പുരക്കാണെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ. മുആദ് റളിയല്ലാഹുവിന്റെ കൂടെ പോയ സംഭവമൊക്കെ സുബഹിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഫാത്തിമ ബീവി എന്ന് പനി ബാധിച്ച് കിടക്കുകയാണ്. അപ്പൊ ഫാത്തിമ ബീവി എന്താ ഇത്ര നേരം ഉറങ്ങണത്? അപ്പൊ പനിയാണ് ഉപ്പ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പനിന്റെ ദുആ ചൊല്ലി എന്ന് ചോദിച്ചു. അല്ലേ, യാ ഹയ്യു യാ ഖയ്യൂം മറന്നുപോയി ഇപ്പ എന്നാ ചൊല്ലിക്ക മോളെ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. ആ ഹദീസൊക്കെ പറഞ്ഞ എന്താ വെച്ചാൽ, നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ ഇങ്ങനെ പോകും, മോളെ വീട്ടിലൂടെ ഒന്ന് കയറി ഇറങ്ങുന്ന അത് സ്ഥിരം ചെയ്യുമായിരുന്നു. അതിന്റെ അർത്ഥം സ്വന്തം പുരക്കല്ല. ഫാത്തിമ, ഇതൊന്നും അറ പൊളിക്കാനുള്ള വർത്താനല്ല ഞാൻ പറയണത്.
അപ്പോ ഇനി മറ കിട്ടാനുള്ള ഒരു ചാൻസ് ആണല്ലോ ഉസ്താദെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ മുടക്കല്ലേ എന്നൊക്കെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അതല്ല സംഗതി, അതാണ് അതിന്റെ ഭംഗി എന്ന് പറയാം. പക്ഷെ പെൺകുട്ടിയൊക്കെ ഏറ്റവും സൗകര്യം അതായിരിക്കും, സ്വന്തം പുരക്ക് വേറെ പുരക്ക് എന്നുള്ള ഒരു എംബാരസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നായിരിക്കും അവർക്ക്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയാണ് അഷ്റഫ് ഫൈസൽ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ മലപ്പുറക്കാരൻ കോളർ വെക്കാനോ അല്ല പറയണത് അച്ഛനും. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ അതിന് മരുമക്കത്തായങ്ങളോ അറക്കൽ രാജവംശവുമായി പിൻപറ്റിയുള്ള സാമ്പത്തിക മറ്റു വിഷയങ്ങളൊക്കെ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഖുർആൻ ആയത്തുകളുള്ള അറബി പത്രങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരിക്കാൻ പറ്റുമോ? അത് വിരിക്കരുത് ദയവ് ചെയ്തിട്ട്. അറബി പത്രങ്ങളിലൊക്കെ ഒന്നുമല്ല, ഒരു ജേഴ്സിന്റെ ബാക്കിൽ വരെ ഇപ്പോൾ സൗദി അറേബ്യന്റെ ടീമാണെങ്കിൽ വരേണ്ട പോലെ പതാകന്റെ ചിഹ്നമുണ്ട്. അതിലെന്താ എഴുതിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, കലിമത്തു ഷഹാദല്ലേ. നിങ്ങൾ കളിക്കാരന്റെ സഫഹത്തുർ റിയാദ സ്പോർട്സ് പേജ് ആയിരിക്കും, പക്ഷെ അതിലുള്ള മുഴുവൻ ആൾക്കാരുടെ ജേഴ്സിന്റെ പുറത്തുണ്ടാവും കലിമത്തു ഷഹാദ. ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്? അത് ഉപയോഗിക്കരുത്, ദയവ് ചെയ്തിട്ട് ഉപയോഗിക്കരുത്. അറബി പത്രങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ല, അബ്ദുള്ള എന്നൊക്കെ പേരുണ്ടാവില്ലേ? അബ്ദുള്ളക്ക് എന്റെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട് അബ്ദുള്ള. കുട്ടി മുസ്ലിം അല്ല, ഞാൻ വിചാരിച്ചു മുസ്ലിമാണെന്ന് വിചാരിച്ചു. മുസ്ലിം അല്ല, ഓൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ പേര് അബ്ദുള്ള എന്നാണ്. അള്ളാഹിന്റെ പേരാണ്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അതൊക്കെ അള്ളാഹുവിന്റെ നാമത്തെ, അള്ളാഹുവിന്റെ ഇസ്മിനെ വന്ദിക്കണം. ബിസ്മി ഉണ്ടാവും കുറെ വിഷയത്തിൽ. അപ്പൊ ഒക്കെ അറബി പത്രങ്ങൾ എന്ത് ചെയ്ത് ഇതിന് ഉപയോഗിക്കരുത്. ഇതിനൊക്കെ നമ്മൾ നല്ല മലയാളം ഇതിലൊന്നും വലിയ കുഴപ്പം വരില്ല. എന്താ പച്ച നുണകളോ രാഷ്ട്രീയക്കാരുടെ വടായികളൊക്കെ അല്ലേ വരുന്നത്. PC ജോർജ് അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതിന് മറുപടി എന്തൊക്കെയാണ് നാട്ടിലെ വാർത്തകൾ. ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത, നാവിന് ലൈസൻസ് ഇല്ലാത്ത, അഹങ്കാരം പറയുന്ന രാഷ്ട്രീയക്കാർ, എന്താ അതൊക്കെ? നമ്മളെ നാടൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് മുഴുവൻ മനുഷ്യന്മാരും കാണുന്നതും കേൾക്കുന്നതും. എന്റെ മക്കൾക്ക് ഇങ്ങനെ അച്ചടക്കം പഠിപ്പിച്ചു, മൂത്തരെ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പ്രതിപക്ഷ ബഹുമാനം. എന്ത് ബഹുമാനം? തോന്നിയ ദിവസം വരെ ചേർത്ത് അടിക്കുക, അതൊക്കെയാ പ്രതിപക്ഷ ബഹുമാനം. സുബ്ഹാനല്ലാഹ്. അപ്പോ അമ്മ മലയാള പത്രത്തിനൊക്കെ നല്ലത്. ചന്ദ്രികാമ്പല് ചിലപ്പോൾ ആയത്തൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. ആയത്തുകളൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്, അത്തരം സ്ഥലങ്ങളൊക്കെ മാറ്റി വെക്കണം, എന്തായിരിക്കും ശ്രദ്ധിക്കണം എന്നർത്ഥം. തീർച്ചയായും അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്ന ഹൃദയത്തിനുള്ളിലെ ബഹുമാനത്തിന്റെ അടയാളമാണ്, തഖ്വയുടെ അടയാളമാണ്. അതാണ് പറഞ്ഞതിനർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحم الراحمة يا مالك الملوك يا الله عالم الجن عالم الملائكة عالم الملكوت عالم الإنس برشدم